ശ്രീ സുരേഷ് മഠത്തിൽ, ഇന്ത്യ ഈ സ്വാശ്രയത്വത്തിന്റെ ഒരു പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നത്. 11 വർഷങ്ങളായിരിക്കുന്നു. വിദേശത്തു നിന്നും ഭാരതത്തിലേക്ക് നോക്കുമ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് ഈ ഒരു വളർച്ചയെ വിലയിരുത്താനാകുന്നത്? വിദേശ രാജ്യത്ത് നിന്നും നോക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യയുടെ വളർച്ച മനസ്സിലാക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാല് വിദേശ രാജ്യത്ത് നിന്ന് നോക്കുമ്പോഴാണ് അത് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മളൊരു ആനയെ കാണാൻ വേണ്ടി വന്നിട്ട് ആനയുടെ തൊട്ട് മുമ്പ് പോയി ആനയെ കാണില്ല എന്ന് പറയും. അതുപോലെയാണ് സംഭവം. ഇന്ത്യക്ക് ഉള്ളിൽ നടക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഉള്ളിൽ സ്ഥിരമായി, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഭൂമിശാസ്ത്രപരമായ പരിമിതികളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നതാണ് അവർക്ക് ചുറ്റുമുള്ളതല്ല. അവർക്ക് കമ്പയർ ചെയ്യാനൊരു അവസരം കിട്ടുന്നില്ല. മറിച്ച് വികസിതമോ അല്ലെങ്കിൽ വികസ്വരമോ അല്ലെങ്കിൽ അവികസിതമോ ആയ രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ഇത് കമ്പയർ ചെയ്യാനുള്ള അവസരം പെട്ടെന്ന് കിട്ടും. അപ്പോൾ നല്ലൊരു റോഡ് കാണും. ഇത്രയും കാലം നമ്മൾ ആലോചിച്ചിരുന്നത് എന്താണ്? സ്ഥിരമായിട്ട് നമ്മൾ മലയാളികൾ പറഞ്ഞിരുന്ന പോലുള്ള സംഭവം ഗൾഫിലെ റോഡുകൾ പോലുള്ള സംഭവം. അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ ധാരാളം ഗൾഫിൽ നിന്നുള്ള ആളുകൾ, ഗൾഫ് സെക്ടറിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പൊ അത് പതുക്കെ വ്യാപിച്ചു, യൂറോപ്പിലേക്കും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു. അപ്പൊ അവർ അത് കണ്ടതുകൊണ്ടാണ് ഗൾഫിലുള്ള റോഡുകൾ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ആന്ധ്രയിലോ അല്ലെങ്കിൽ ജാർഖണ്ഡിലെ ഒരു കുഗ്രാമത്തിലുള്ള ഒരാൾക്ക് ആ കമ്പാരിസൺ കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ നാട്ടിൽ നല്ല റോഡുകൾ ഉണ്ടാവാൻ തുടങ്ങി എന്ന് മനസ്സിലായി. അപ്പൊ ആ വളർച്ചയെ കൂടുതലായിട്ട് കാണാൻ നമുക്ക് ഒന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മൾ ഇത്രയും കാലം ആലോചിച്ചിരുന്നു അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നു നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് നല്ല റോഡുകൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ പാലങ്ങൾ, വളരെ പ്രാകൃതമായ ട്രെയിനുകളുടെ ഒരു ഇന്ത്യയിലെ റെയിൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ചന്ദ്രനിലേക്കുള്ള ദൂരത്തേക്കാൾ അധികം, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരത്തേക്കാൾ അധികം നീളമുണ്ട് നമ്മുടെ റെയിൽ നെറ്റ്വർക്ക് ആ കാലഘട്ടത്തിൽ. അപ്പോ ഇത്രയും വലിയ നെറ്റ്വർക്കുള്ള ഒരു രാജ്യത്തെ എന്തുകൊണ്ട് ഇത്തരം തീതുപ്പി പോകുന്ന, പുകയും കരിയും വിട്ട് പോകുന്ന തീവണ്ടികൾ, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലത്തെ ടോയ്ലറ്റ് സൗകര്യങ്ങളുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള വ്യത്യാസം ഏറ്റവും അധികം മനസ്സിലാക്കാവുന്നത് പ്രവാസികളാണ്. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഏറ്റവും അധികം അഭിപ്രായം പറയാൻ കഴിയുന്നത് പ്രവാസികളോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൂടെ സഞ്ചാരം നടത്തുന്ന ആളുകൾക്കാണ്. യാതൊരു അംശമില്ല. ഇപ്പോ റോഡുകളാണെങ്കിലും റെയിൽവേയുടെ കാര്യത്തിലാണെങ്കിലും, അതല്ലെങ്കിൽ പലപ്പോഴും തുറമുഖങ്ങളുടെ കാര്യത്തില്, മറ്റു പല സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിൽ, ഇപ്പൊ യുദ്ധമാണെങ്കിലും അതിലുള്ള സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് യാതൊരു അംശമില്ല. അതിലിപ്പോ നമ്മളൊരു രാഷ്ട്രീയം കണ്ടായിരുന്നില്ല, നമ്മുടെ നാട് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. അപ്പൊ അതുകൊണ്ട് അവിടെ വളർച്ച തന്നെ ഉണ്ടായിട്ടില്ല, അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെപ്പോ മറ്റു കാര്യങ്ങൾ, അതിനെ ഏത് കാര്യത്തെയും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാണുന്ന ആളുകളുണ്ടോ? ഒരു കാലത്ത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ, ഈഫൽ ടവർ പാരീസിൽ നിർമ്മിക്കുന്ന കാലത്ത് പാരീസിൽ അതിനെതിരെ വലിയൊരു ബഹുജന പ്രക്ഷോഭത്തിന് ഉണ്ടായി. ആ ഈഫൽ ടവർ അവിടെ ഉണ്ടാവുന്നതിനെതിരെ ഒരുപാട് ആക്ടിവിസ്റ്റുകൾ, അങ്ങനെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ അതിനെതിരെ യുദ്ധം ചെയ്യണ്ടായി, അല്ലെങ്കിൽ നിയമപരമായ പോരാട്ടങ്ങൾ, അല്ലെങ്കിൽ സാമൂഹ്യമായ പല പ്രക്ഷോഭങ്ങളും ഉണ്ടാക്കുകയുണ്ടായി. പക്ഷെ ഇന്ന് പറയുന്നത് പാരീസ് നഗരത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് വെച്ചാൽ അത് ഈഫൽ ടവറാണ്. അപ്പൊ അത്തരം ഒരു പലതരം കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അതിനെയൊക്കെ അതിന്റെ അന്തിമ ലക്ഷ്യം എന്ന് മാത്രമേ നമ്മൾ അവിടെ നോക്കേണ്ടതുള്ളൂ. അപ്പൊ യാതൊരു അംശമില്ല. ഇന്ത്യയുടെ തീർച്ചയായിട്ടും വിദേശത്ത് നിന്ന് ഒരു പ്രവാസി എന്ന നിലയിൽ നോക്കുമ്പോൾ കാണുന്നത് നല്ല കാഴ്ചകൾ തന്നെയാണ്. യാതൊരു അംശമില്ല. ശരി.